പ്രവാചകന്റെ ലീഡർഷിപ്പ് എന്ന് പറയുന്ന ആസ്പെക്ട് അത് വളരെ പ്രധാനമാണ്. ആധുനിക കാലത്ത് ഏറ്റവും പ്രധാനമായി PhD തീസിസുകളിലും ലോക യൂണിവേഴ്സിറ്റികളിലും പഠിക്കുന്ന ഒരു ലീഡർഷിപ്പ് പാറ്റേണിന്റെ പേരാണ് സെർവിങ് ലീഡർഷിപ്പ്, സെർവൻ ലീഡർഷിപ്പ്, അല്ലെങ്കിൽ സേവനം ചെയ്യാനുള്ള മനോഭാവത്തോടു കൂടിയുള്ള നേതൃത്വം. പ്രവാചകന്റെ ജീവിതത്തിലും വ്യത്യസ്ത ഹദീസുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നേതൃത്വം എന്ന് പറയുന്നത്, സമൂഹത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത്, അത് യഥാർത്ഥത്തിൽ ഒരു സർവീസ് ആണ്. ഞാൻ ചില വളരെ രസകരമായ ചിന്തകൾ അതിനെക്കുറിച്ച് പങ്കുവെക്കാം. വ്യത്യസ്ത ഹദീസുകളിൽ നിന്ന് എടുത്തതാണ്. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ട്രസ്റ്റ് ആണ്. എല്ലാ ലീഡർഷിപ്പും അക്കൗണ്ടബിൾ ആണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാന ചിന്ത. 3, നിങ്ങൾ ലീഡർഷിപ്പ് സീക്ക് ചെയ്യരുത്, ലീഡർഷിപ്പാണ് നിങ്ങളെ സീക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് അടക്കമുള്ള ഓണസ്റ്റി ഇൻ ലീഡർഷിപ്പിനെ കുറിച്ച്, ജസ്റ്റിസ് ആണ് യഥാർത്ഥത്തിൽ അതിന്റെ കീ, അതിന്റെ ആത്മാവ് എന്നതിനെ കുറിച്ച്. ഇതിലെ ഏറ്റവും പ്രധാനമായ ചിന്ത ഈ ലീഡർഷിപ്പ് അമാന അഥവാ ഒരു സീക്രട്ട് ട്രസ്റ്റ് ആയിട്ടാണ് കാണുന്നത്, പ്രിവിലേജ് അല്ല. ബാക്കിയുള്ളവരെ ഭരിക്കാൻ നമുക്ക് കിട്ടുന്ന പ്രിവിലേജ് അല്ല, പകരം അതൊരു വിശുദ്ധ യാത്രയുടെ ഭാഗമായി നമുക്ക് ലഭിക്കുന്ന ഒരു ട്രസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നേതാക്കൾ ജസ്റ്റ് ആയിരിക്കണം, ഹംബിൾ ആയിരിക്കണം, ഓണസ്റ്റ് ആയിരിക്കണം, ആൻഡ് കെയറിംഗ് ടുവേർഡ്സ് ദെയർ പീപ്പിൾ. പരിശുദ്ധ ഖുറാനിലെയും ഹദീസുകളിലെയും റെഫറൻസ് എടുത്തുകൊണ്ടാണ് ഞാനത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആത്മീയ നേതൃത്വം, സ്പിരിച്വൽ ലീഡർഷിപ്പ്, സോഷ്യൽ ലീഡർഷിപ്പ്, സാമൂഹിക നേതൃത്വം, ഈ 2 കാര്യങ്ങളിലും ഈ അടിസ്ഥാന തത്വങ്ങൾ അവ പിന്തുടരണം. എന്നാൽ മാത്രമാണ് സമൂഹത്തിൽ പോസിറ്റീവായ ചേഞ്ചസ് ഉണ്ടാകുക.